പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 34-ാം ദിനം, തിരിച്ചറിവിൻ്റെ വെട്ടം. പണ്ടെങ്ങോ വായിച്ച ഒരു കഥ ഓർമ്മ വരുന്നു. സുന്ദരിക്കാക്ക തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കൂട് നിർമ്മിക്കാനുള്ള തിരക്കിലായിരുന്നു. ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ കൊണ്ടും ഉണങ്ങിയ ചില്ലകൾ കൊണ്ടും വളരെ വേഗത്തിൽ തന്നെ കൂട് നിർമ്മാണം ആരംഭിച്ചു. പണിയെല്ലാം കഴിയാറായപ്പോഴാണ് നിലത്ത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഒരു ചുള്ളിക്കമ്പ് സുന്ദരിക്കാക്ക കണ്ടത്. കൂടിൻ്റെ ഭംഗി കൂട്ടാൻ ആ കമ്പും കൊത്തിയെടുക്കാൻ സുന്ദരിക്കാക്ക ആഗ്രഹിക്കുമ്പോൾ ആ കമ്പ് കൂട്ടിൽ വയ്ക്കുന്നത് അപകടകാരണമാകുമെന്ന് പലരും അവളെ വിലക്കി. എന്നാൽ ആരുടെയും വാക്ക് കേൾക്കാതെ ആ സ്വർണ്ണ നിറമുള്ള കമ്പ് കൂടി ചേർത്തു വച്ച് തൻ്റെ പൊന്നോമനകളായ കുഞ്ഞുങ്ങളെ ആ കൂട്ടിൽ പാർപ്പിച്ച് അവർക്ക് തീറ്റ തേടി സുന്ദരിക്കാക്ക അകലങ്ങളിലേക്ക് പോയി. വൈകുന്നേരം തീറ്റയുമായി വന്ന സുന്ദരിക്കാക്ക തൻ്റെ മക്കൾ വെന്തുനീറി ചത്തുകിടക്കുന്നതാണ് കണ്ടത്. കാരണം തിരക്കിയപ്പോഴാണ് സുന്ദരിക്കാക്കയ്ക്ക് മനസ്സിലായത്, താൻ ആ കൂട്ടിൽ നിക്ഷേപിച്ച സ്വർണ്ണ നിറമുള്ള കമ്പിൽ തീയുണ്ടായിരുന്നുവെന്നും ആ തീ കത്തിപ്പടർന്നാണ് കൂട് കത്തി ചാമ്പലായതെന്നും. ചിലപ്പോഴെങ്കിലും നമുക്കും ഈ സുന്ദരിക്കാക്കയ്ക്ക് പറ്റിയതുപോലെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നില്ലേ? ചിലതിനെയൊക്കെയും നമ്മുടെ ഹൃദയത്തോടും ജീവിതത്തോടും ചേർത്തു വച്ചാൽ ജീവിതത്തിൻ്റെ മുഴുവൻ കൃപകളും ആ ചേർത്തുവയ്ക്കലിലൂടെ ചോർന്നു പോകും. നാസീർ വ്രതത്തിൻ്റെ ചാരുതയോടെ ജീവിച്ചവനായിരുന്നു ശിംശോൻ. വ്രതശുദ്ധിയുടെ ആത്മീയ ഗന്ധവും പ്രവൃത്തികളിൽ തിളയ്ക്കുന്ന ചോരയുടെ പ്രസരിപ്പും അവനിലുണ്ടായിരുന്നു. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ വിളി കിട്ടിയവനുമായിരുന്നു അവൻ. ഇത്രയും പ്രഗത്ഭനായവൻ തകർന്നടിഞ്ഞുപോയത് ദലീല എന്ന സ്ത്രീയുമായുള്ള വഴിവിട്ട ചങ്ങാത്തവും ബന്ധുത്വവും ആയിരുന്നു. തന്നെ വകവരുത്താൻ ഫെലിസ്ത്യരയച്ച കുന്തമുനയാണ് ദലീലയെന്നറിയാതെ അവൻ അവളെ തന്നോട് ചേർത്തു വെച്ചു. അതിൻ്റെ ഫലം ശിംശോൻ്റെ മരണമായിരുന്നു. ദലീലയുമായുള്ള സൗഹൃദം ശിംശോൻ്റെ ഉള്ളിലെ മുഴുവൻ ദൈവാംശത്തെയും കെടുത്തിക്കളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നാം നമ്മുടെ ഹൃദയത്തോടും ജീവിതത്തോടും ചേർത്ത് വച്ചിരിക്കുന്നത് ആരെയൊക്കെയാണെന്നും എന്തിനെയൊക്കെയാണെന്നും പുനഃപരിശോധിക്കാം. നമ്മോട് ചേർത്ത് വച്ചിരിക്കുന്ന ബന്ധങ്ങളും വസ്തുക്കളും നമ്മിലെ ദൈവകൃപയെ ചോർത്തിക്കളയുന്നവയാണോ, അതോ ദൈവകൃപയെ കൂടുതൽ ജ്വലിപ്പിക്കുന്നവയാണോ? ശാന്തമായി ധ്യാനിക്കാം. സസ്നേഹം, ഈപ്പനച്ചൻ.